വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ നയൻതാരയ്ക്ക് മലയാള സിനിമയിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നു. ആദ്യം എനിക്ക് ചിരിക്കാൻ തോന്നി. കാരണം എന്നെ വിളിച്ചു പറഞ്ഞത്, സർ നിങ്ങളെ എനിക്കറിയാം, ഞങ്ങൾ നയൻതാര മാഡത്തിൻ്റെ ഫാൻസുകാരാണ്. അപ്പോൾ പരിഹസിക്കാന്ന് വെച്ചാൽ, അല്ല സർ ഞങ്ങൾ ഫാൻസുകാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, മലയാള സിനിമയിൽ ഒരു നടിക്ക് ഫാൻസ് ഉണ്ടാക്കിയ ആദ്യം ഇവിടെ മഞ്ജു വാര്യർക്കാണ്. അത് കോഴിക്കോട് ഒരു കോളേജിലെ കുട്ടികളാണ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. ആദ്യത്തെ സിനിമ ഇവർ രണ്ടാമത്തെ വരുമ്പോൾ ഇത് കറക്റ്റാണ് മനസ്സിലായി. നമ്മൾ എന്താ വിളിച്ചേ, വേറെ ഒന്നുമല്ല സാർ, നിങ്ങളും നയൻതാരയും തമ്മിൽ മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്നറിയാം, സിദ്ദിഖിൻ്റെ വെച്ചിട്ട്. അതുകൊണ്ടാണോ ഇത്രമാത്രം ഈ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ ഇല്ലാതാക്കിയ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾ എഴുതാത്തത്, പറയാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലോ. കാരണം താങ്കൾ പാട്രിയോട്ട് സിനിമ കണ്ടോ എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. ഞാൻ പാട്രിയോട്ട് സിനിമ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കണ്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ, സാർ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നയൻതാര മാഡത്തിൻ്റെ റോള് എങ്ങനെയുണ്ട്, അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പം എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നം വെച്ചാൽ, ഇവിടെ ഇപ്പോൾ തമിഴ് സിനിമ എടുക്കുമ്പോൾ നയൻതാര മാഡത്തിന് നായകന്മാരധികം ഉണ്ടാവില്ല. സിംഗിൾ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ പടമാണത്. അവരാണ് പടം സൂപ്പർ ഹിറ്റാക്കുന്നത്. അങ്ങനെയുള്ള നയൻതാര മാഡത്തിനെ പാട്രിയോട്ട് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന വില പോലും, സീൻ പോലും അവർക്ക് കൊടുത്തിട്ടില്ല. ശരിയല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല കേട്ടോ സത്യത്തിൽ. പിന്നെ ഞാനതിങ്ങനെ ആ സിനിമയിൽ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ഈ നയൻതാരയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തിൻ്റെ ഒരു അംശം പോലും കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷെ അവരോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ സിനിമ ഒന്നും കൂടി കാണട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. ഈ നയൻതാരയുടെ ഫാൻസുകാരോട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യം പറയുകയാണ്. നയൻതാര തിരുവല്ലയിൽ നിന്ന് പോയൊരു പെൺകുട്ടിയാണ്. തനിച്ച് തമിഴ് സിനിമയിൽ വെന്നിക്കൊടി പാറിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പ്രണയത്തിന് വേണ്ടി അവർ മതം മാറിയിട്ടുണ്ടായിരിക്കാം. ചതിയിൽപ്പെട്ടവരാണവർ. പക്ഷേ ആ ലൊക്കേഷനിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അവർക്ക് എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരെയും സഹായിച്ചിരുന്നു എന്നുള്ളതാണത്. ഒരാളും സെറ്റിൽ അവരെക്കുറിച്ച് കുറ്റം പറയാറില്ല. തന്നെ മോശമാണെന്ന് വിധി എഴുതുന്നവരെ പോലും അവരൊന്നും പറയാറില്ല. അതേ സ്ഥാനത്ത് അവർ ഒരു രണ്ടാം വരവ് വന്നപ്പോൾ, തമിഴ്നാട്ടിൽ രണ്ടാം വരവ് എന്ന് പറയാൻ കാരണം, ഇവര് തമിഴ് സിനിമയിൽ ആരുമല്ല, ഇവരെ വേണ്ട എന്ന് പറഞ്ഞു ഉരിവാമ്പെ ഒതുക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർ തെലുങ്കിലേക്ക് പോയി. അവിടെ നിന്നാണ് ഒരു തിരിച്ചുവരവ് നടത്തിയത്. അന്ന് അവർ തീരുമാനിച്ചത്, അവരെ വിളിക്കാൻ വരുന്നവരോട് പറയും, ഞാനാണ് ഇതിലത്തെ നായകനും നായികയും, ഞാൻ പറയുന്ന പുതിയ ആൾക്കാരെ ഇട്ടാൽ മതി. അങ്ങനെ സിനിമ സൂപ്പർ ഹിറ്റാക്കിയ നായികയാണ്. കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോഴും അവർ തമിഴ് സിനിമയ്ക്ക് അവർ ആവശ്യമാണ്, മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്ക മോഹൻ, നയൻതാര, ഈ പേരുകളെല്ലാം കണ്ടപ്പോഴാണ് ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണല്ലോ എന്നെനിക്ക് തോന്നിയത്. കാണാൻ പോയി. കണ്ടിരുന്നപ്പോൾ അതൊരു ചെറിയ റോളാണ്, അത്രേ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ. സത്യത്തിൽ ഞാനിപ്പോൾ വീണ്ടും ആ സിനിമയെക്കുറിച്ച് നോക്കുകയാണത്. ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പ്രാധാന്യം പോലും നയൻതാരയ്ക്ക് ഈ പാട്രിയോട്ട് സിനിമയിലുണ്ടോ? മമ്മൂട്ടിയുടെ, അതായത് മുൻപ് ഭാര്യയായിരുന്നു ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല മുഖം പോലും കാണിക്കാവുന്ന സംവിധാനം ആ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അവർക്ക് വേണ്ടി ഫാൻസ് ഉണ്ടാക്കിയ സുഹൃത്തുക്കൾ പറയുന്നു, ശരിയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞ് ശരിയാണ്, പാട്രിയോട്ട് നയൻതാരയെ ഇല്ലാതാക്കി തേച്ച് കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെ.